ചെയ്യാൻ തീരുമാനിച്ചു. അബ്രാത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അബ്രാത്തിന്റെ ഏകമകനില്ലേ ഇസാക്ക്, ആ ഇസാക്കിന് ദൈവത്തിന് ബലി കഴിക്കണമെന്ന്, അതും ദഹന ബലി കഴിക്കണമെന്ന്. ദഹന ബലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിന്മേലെ വിറക് വെച്ച് അതിന്മേലെ ആളെ കെട്ടി തീ കൊളുത്തിയാണ് ദൈവം ഭൂമിയിലോട്ട് വരുന്ന മുമ്പ് ആൾക്കാർ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെയാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്തു കഷ്ടമായ ദൈവത്തിന്റെ പരീക്ഷണം അല്ലേ? പക്ഷേ അബ്രഹാം ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം അതിരാവിലെ എണീറ്റ് തന്റെ കഴുതയും 2 വേലക്കാരെയും തന്റെ മകൻ ഇസാക്കിനെ കൂട്ടി ബലിക്കുള്ള വിറകുകൾ ശേഖരിച്ച് മോരിയ ദേശത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസാക്ക് അബ്രാത്തെ വിളിച്ചു, അപ്പാ അപ്പാ. അബ്രഹാം വിളി കേട്ടു, എന്താ മകനെ? ബലിക്കുള്ള കത്തിയും വിറകും ഉണ്ടല്ലോ, പക്ഷെ ബലിക്കുള്ള കുഞ്ഞാനെവിടെ? അബ്രഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിന്മേലെ വിറക് വെച്ച് അതിന്മേൽ ഇസാക്കിനെ ബന്ധിച്ചു കെട്ടി. പാവം ഇസാക്കിന് മനസ്സിലായി തന്നെ തന്നെ ബലിയഴിക്കാൻ പോണേന്ന്. അബ്രഹാം കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രഹാത്തെ വിളിച്ചു, അബ്രഹാം അബ്രഹാം, നീ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലേ, ഇസാക്കിന് മേൽ കൈ വെക്കില്ലേ? നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏകമകൻ ഇസാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി കാണിച്ചില്ല. പെട്ടെന്ന് അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടു. മുൾച്ചെടിയിലിടയിൽ കുമ്പിടി കെട്ടൊരു മൂന്നാളിനെ അബ്രഹാം കണ്ടു. പെട്ടെന്ന് അബ്രഹാം ഇസാക്കിനെ കെട്ടിവലിച്ചു താഴേക്ക് കെട്ടിപ്പിടിച്ചു. പിന്നെ ഇസാക്കിന് പകരം ആ കുഞ്ഞാടിനെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴെല്ലാം വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാത്തെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അബ്രഹാത്തിന്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം. ഇത്ര നേരം എന്നെ സേവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.